പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. കണ്ണൂരിൽ നിന്നും 10 വർഷം മുന്നേ കാണാതായ ദിയ ഫാത്തിമ, ഇന്നും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു ശരിയായ ഒരു തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ മാതാപിതാക്കളുടെ അവസ്ഥ വല്ലാത്ത കഷ്ടമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പർ തരാം. കുറച്ച് കാലങ്ങളായി ഇതിൻ്റെ പേരും പറഞ്ഞ് ആ കുടുംബത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് ചിലർ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ വേദന മുതലെടുക്കുകയായിരുന്നു. ദിയ ഫാത്തിമയുടെ പേരും പറഞ്ഞ് ചാനൽ ഉണ്ടാക്കി ആ കുടുംബത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുത്ത് ആ മകളെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും എന്ന് പറഞ്ഞ് അവരെ വട്ടം കറക്കുകയായിരുന്നു ഇത്ര നാളും. വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ. പ്രിയപ്പെട്ട, നമുക്കൊക്കെ നമ്മുടെ സ്വന്തം മക്കളെ കാണാതായാലേ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവും. നമ്മൾ സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ മക്കൾ തന്നെ സ്കൂൾ വിട്ട് വരാൻ താമസിച്ചാൽ നമ്മൾ എത്രമാത്രം ബേജാറാകുന്നുണ്ട്. 10 വർഷമായിട്ടും ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാതെ ആ ഉമ്മ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ മകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, അവളുടെ ഉടുപ്പോ അവളുടെ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായോ എന്ന്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കണം. ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ദിയ ഫാത്തിമയുടെ ഉപ്പ തന്നെ വീഡിയോയിലൂടെ സംസാരിക്കുകയാണ്. പലരും പലതും പറഞ്ഞ് ഈ കുടുംബത്തെ പറ്റിക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ് പല വീഡിയോകളും. ഇപ്പോൾ ദിയ ഫാത്തിമയുടെ പേരിൽ ആ ഉപ്പ തന്നെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉപ്പയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ ഒരു 10 വർഷമായിട്ട് അനക്കമില്ലാത്ത ഈ ഒരു കേസ് വീണ്ടും പുനരാരംഭിച്ചത് എങ്ങനെയാണ്? നിങ്ങളെ ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹായം ചെയ്യാതെ ഞാൻ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ. അതിലൊരിക്കലും പേടിയില്ല. ഇതിനും വലിയൊന്നും വരാൻ വിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു കേസ് കെട്ടിന് പോകുന്നത് പോലും ഞാൻ എവിടെ നിന്നെങ്കിലും വായ്പയും കടം തിരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വഴി എനിക്ക് പണിയായിട്ട് തന്നെ റബ്ബ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പണിയെടുത്ത് ഞാൻ വീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പൈസ പിരിച്ചിട്ട് എനിക്ക് കുട്ടിക്ക് വേണ്ടി പൈസ കേസിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് തന്നിട്ടുമില്ല. നിങ്ങൾ ആരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാനൊരു ഉത്തരവാദിയല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ കാരണം തെളിയിക്കും. കാരണം എനിക്കെതിരെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ജുനൈദിനോട് എന്താണ് അവസാനമായി പറയാനുള്ളത്? മോളെ പേര് പറഞ്ഞിട്ട് നീ വീഡിയോ ചെയ്യുമ്പോൾ ദിയ ഫാത്തിമൻ്റെ പേരും വെച്ചിട്ട് നീ ചെയ്യേണ്ട. അത് ചെയ്താൽ നിനക്കെതിരെ ഞാൻ വരും. അത് ഈ നിലയിലുള്ള വീഡിയോ ആയിട്ടുള്ള വരുക, വേറെ രീതിയിൽ നിനക്ക് ഇതാക്കാൻ പറ്റാത്ത രീതിക്ക് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നീ നല്ല നിലക്കാണെങ്കിൽ നല്ല നിലക്ക് പോയിക്കോ. ബാക്കിയുള്ളത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ വീഡിയോ വോയിസ് അയച്ചതും എല്ലാം ഞാൻ ഇതിലിട്ടിട്ട് ഞാൻ ചെയ്യും. എനിക്കറിയില്ലെങ്കിൽ വേറെ ആരെ കൊണ്ടും ചെയ്യിച്ചിട്ട് ഞാൻ ഇതാക്കും. അത് നിനക്ക് നല്ലതിനായിരിക്കില്ല. അതുകൊണ്ട് നീ റീച്ച് ആയിക്കോ. നിനക്ക് വേണ്ടത് നീ. പ്രിയപ്പെട്ടവരെ, കേട്ടില്ലേ? ഇതാണ് അവസ്ഥ. ഒരാളുടെ വേദന വിറ്റ് പൈസ ആക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേരും പറഞ്ഞ് ചാനൽ ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കുറച്ച് ആൾക്കാർക്ക് 1000 2000 കൊടുത്ത് വീണ്ടും ചാനൽ റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ്റെ കഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ആ ഉമ്മയുടെ കരച്ചിൽ ഈ ചെവിയിൽ നിന്ന് അങ്ങനെ മാഞ്ഞു പോകുന്നില്ല. മരണപ്പെട്ടു പോയാൽ നമുക്ക് കുറച്ച് നാൾ കൊണ്ട് പടച്ചറബ്ബിൻ്റെ ആ ഒരു സഹായത്താൽ നമുക്ക് മറവി നൽകും പടച്ചറബ്ബ്. പക്ഷേ ഇതങ്ങനെയല്ല. അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമേ മനസ്സിലാകൂ, അല്ലേ? നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മക്കളെ കാണാതായാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ജീവിതകാലം മുഴുവൻ അവർ നരകിച്ച് ജീവിക്കേണ്ടി വരും, അല്ലേ? പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. എത്രയും പെട്ടെന്ന് പടച്ചറബ്ബ് ആ ഉമ്മയുടെ അരികിലേക്ക് ആ മകളെ എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. ആ മകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പറ്റുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മുന്നോട്ട് വരിക. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ അവരുടെ നമ്പർ അറിയില്ലെങ്കിൽ ഞാൻ നമ്പർ തരാം. എന്നുവെച്ചാൽ എൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയെ കാണാതായപ്പോൾ. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം വിഷമമുണ്ടാവും. ഇനി ഈ കുട്ടിയുടെ നല്ലൊരു വാർത്തയുമായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റട്ടെ. പടച്ചറബ്ബിൻ്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് ആ ഒരു വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.